Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിൽ വെങ്ങരയിലെ ബിജു പെരുവണ്ണാൻ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലാധാരിയാകും. പെരിങ്കളിയാട്ടം നടക്കുന്നത് 2024 ജനുവരി 27 മുതൽ 30 വരെ. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിനുള്ള കേന്ദ്ര സർക്കാർ ഫണ്ട് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം കെ രവി ഉദ്ഘാടനം ചെയ്തു. 15 വർഷങ്ങൾക്ക് ശേഷം ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരിങ്കളിയാട്ടത്തിനൊരുങ്ങുന്നു. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാണിയാട്ട് രാഘവൻ രചിച്ച ഗ്രാമത്തിന്റെ വഴികൾ പുസ്തക പ്രകാശനം മാണിയാട്ട് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിച്ചു. പുറത്തിറങ്ങിയത് മാണിയാട്ട് ഗ്രാമത്തിന്റെ ഇന്നലകളെ അടയാളപ്പെടുത്തുന്ന പുസ്തകം. വാർത്തകൾ വിശദമായി. 2024 ജനുവരി 27 മുതൽ 30 വരെ നടക്കുന്ന വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിൽ വെങ്ങരയിലെ ബിജു പെരുവണ്ണാൻ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകും. ഞായറാഴ്ച നടന്ന വരച്ചുവെക്കൽ ചടങ്ങിലാണ് കോലധാരിയെ തീരുമാനിച്ചത്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിങ്കളിയാട്ടം നടക്കുന്ന വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പഴയങ്ങാടി വെങ്ങരയിലെ ബിജു പെരുവണ്ണാൻ ഭഗവതിയുടെ കോലധാരിയാകും. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന വരച്ചുവെക്കൽ ചടങ്ങിലാണ് കോലധാരിയെ തിരഞ്ഞെടുത്തത്. വരച്ചുവെക്കൽ ചടങ്ങിന് കരിങ്കേൻ വിജയൻ ജ്യോത്സ്യർ, പൊന്നമ്പാറ കമലാക്ഷൻ ജ്യോത്സ്യർ, ക്ഷേത്രം ജന്മാരി പ്രശാന്ത് കുമാർ, KP സന്തോഷ് കുമാർ, VP മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. വെങ്ങര മേലോത്തും താഴെ ബിജു പെരുവണ്ണാൻ 5ാം വയസ്സിൽ ആടിവേടൻ കെട്ടിയാണ് തെയ്യം കലാരംഗത്ത് ചുവടുവെച്ചത്. 15 വർഷമായി തെയ്യം കലാരംഗത്ത് സജീവമാണ്. കണ്ടനാർക്കേളൻ, കതിവനൂർ വീരൻ, ചടയാർ കുളങ്ങര ഭഗവതി, പുതിയ ഭഗവതി, തൊണ്ടച്ചൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ വ്രതശുദ്ധിയുടെ നാടുകളാണ്. അമ്മയുടെ അനുഗ്രഹമാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകാൻ നിയോഗം ലഭിച്ചതിന് പിന്നിലെന്ന് ബിജു പെരുവണ്ണാൻ പറഞ്ഞു. 15 വർഷത്തിന് ശേഷം പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായിട്ട് തമ്പുരാട്ടിയുടെ തിരുവടി വരച്ചു വെച്ചതറിയാം. അത് കഴിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ തന്നെയാണ് അച്ഛൻ ബാലൻ, അമ്മയുടെ പേര് ശാന്ത, കതിവനൂർ വീരൻ, കണ്ടനാറുകളൻ, പുതിയ ഭഗവതി, അങ്ങനെ ഒരുപാട് തെയ്യങ്ങൾ പറ്റി തമ്പുരാട്ടിയുടെ തിരുവടി വെങ്ങര ഹിന്ദു LP സ്കൂളിന് സമീപമാണ് ബിജു പെരുവണ്ണാൻ താമസിക്കുന്നത്. എരമത്തെ വീട്ടിൽ ബാലന്റെയും മേലോത്തും താഴെ ശാന്തയുടെയും മകനാണ്. കണ്ടോന്താറിലെ സ്നേഹയാണ് ഭാര്യ. റിഹാൻ കൃഷ്ണ മകനാണ്. 30-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിഞ്ഞു വരും. വരച്ചുവെക്കൽ ചടങ്ങിന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന് കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന ഫണ്ട് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വെള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സമ്മേളനം പരിഷത്ത് സംസ്ഥാന മുൻ സെക്രട്ടറി കെ രവി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന് കഴിഞ്ഞ 108 വർഷമായി നൽകി വന്നിരുന്ന ഫണ്ടാണ് ഈ വർഷം കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത്. ഇതേ തുടർന്ന് ഈ വർഷത്തെ ശാസ്ത്ര കോൺഗ്രസ് നടത്താൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്.
കേന്ദ്ര ഗവൺമെൻറ് ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന തെറ്റായ സമീപനത്തിനെതിരെയും ഫണ്ട് നിർത്തലാക്കിയ നടപടിക്കെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഫണ്ട് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വെള്ളൂർ ഗവൺമെൻറ് LP സ്കൂളിൽ നടന്ന സമ്മേളനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന മുൻ സെക്രട്ടറി KK രവി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമുക്കിപ്പോഴും സംശയം ഈ പരിണാമ സിദ്ധാന്തം ഇങ്ങനെയുണ്ടോ? എന്തായാലും സംശയം പറഞ്ഞാൽ ഒരുപക്ഷെ വിദ്യാഭ്യാസമുള്ള നമ്മുടെ സമൂഹത്തിൽ പോലും ഈ ഒരു ചർച്ച ഉണ്ടാകും. കേരളത്തിലെ പ്രത്യേകത നമുക്കറിയാലോ. കേരളത്തിലെ പ്രത്യേകത മിക്കവാറും എല്ലാവരും സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ്. ബഹുഭൂരിപക്ഷവും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ്. മേഖലാ പ്രസിഡന്റ് KV രവീന്ദ്രൻ അധ്യക്ഷനായി. E ഭാസ്കരൻ, TV വിജയൻ, K ഗോവിന്ദൻ, NB സുനിൽകുമാർ, K സുരേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. 15 വർഷങ്ങൾക്ക് ശേഷം ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്നു. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പെരുങ്കളിയാട്ട മഹോത്സവത്തിന് ഒരുങ്ങുകയാണ് ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. 2024 ഡിസംബർ 11 മുതൽ 14 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന രൂപീകരണ യോഗത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. കരിവള്ളൂർ വലിയച്ഛൻ പ്രമോദ് കോമരം ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാത്തിൻ്റെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനും ഓമനിക്കാനും ആദരിക്കാനും കഴിയുന്ന ഭക്തജന മനസ്സുകളുണ്ട് നമ്മുടെ നാട്ടിൽ. സവർണ മേധാവിത്വത്തിൻ്റെ രൗദ്രഭാവങ്ങൾ സത്യം പറഞ്ഞതുകൊണ്ട് ഒരു കന്യക സാമൂഹ്യ ഭ്രഷ്ടന് വിധേയമാക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രൗദ്രീകരിക്കപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വിജിൻ തന്നെ M വിജിൻ MLA അധ്യക്ഷനായി. NB ബിജു, MC പ്രകാശൻ, C കൃഷ്ണൻ, മുൻ MLA TV രാജേഷ്, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, വാരണക്കോട്ടിലത്തെ പ്രൊഫസർ ഗോവിന്ദൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, മധു മാട്ടൂൽ, KP അസീസ്, V വിജയൻ മാസ്റ്റർ, സബിത ദിനേശ്, U രാമചന്ദ്രൻ, ഷിതിൻ രാജ്, MC പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി K നാരായണൻകുട്ടിയെയും വർക്കിംഗ് ചെയർമാനായി MC പ്രകാശിനെയും MV രമേശൻ, V വിജയൻ എന്നിവരെ ജനറൽ കൺവീനർമാരായും TV ചന്ദ്രനെ ട്രഷററായും സംഘാടക സമിതി യോഗം തിരഞ്ഞെടുത്തു. ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സംഘാടക സമിതി രൂപീകരണ യോഗത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാണിയാട്ട് രാഘവൻ രചിച്ച ഗ്രാമത്തിന്റെ വഴികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാണിയാട്ട് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ മാണിയാട്ട് രാഘവൻ രചിച്ച ഗ്രാമത്തിൻ്റെ വഴികൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. മാണിയാട്ട് ഗ്രാമത്തിൻ്റെ ഇന്നലകളെ അടയാളപ്പെടുത്തുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് ആശങ്കപ്പെടുന്ന നിമിഷങ്ങൾ നമ്മുടെ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകൾ, സാഹിത്യ സാംസ്കാരിക ബന്ധങ്ങളും കൂട്ടായ്മകളും ഒക്കെ നമ്മുടെ മനുഷ്യ മനസ്സിനെ സമ്പുലിതമാക്കുവാനും സംസ്കൃതീകരിക്കാനും കഴിയുന്ന നിരവധി സംഗമങ്ങളുടെ അനിവാര്യതയുണ്ട്. യുവകലാ സാഹിതി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം രാധാകൃഷ്ണൻ പെരുമ്പള പുസ്തകം ഏറ്റുവാങ്ങി. മാണിയാട്ട് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ TV ബാലൻ അധ്യക്ഷനായി. ഗ്രന്ഥശാല സംഘം ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് P വേണുഗോപാലൻ പുസ്തക പരിചയം നടത്തി. പിലിക്കോട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ CV ചന്ദ്രമതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുജാത, രവീന്ദ്രൻ മാണിയാട്ട്, MV കോമൻ നമ്പ്യാർ, പ്രൊഫസർ KP ജയരാജൻ, ഡോക്ടർ VPP മുസ്തഫ, K മോഹനൻ, TV രവി, KV രാഘവൻ, KV ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ചെറുതാഴം പഞ്ചായത്ത് ഹരിതം ചെറുതാഴം ഭാഗമായി ശ്രീസ്ത ഹരിത സംഘം നടത്തിയ ശീതകാല പച്ചക്കറി കൃഷി വിളവെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജർ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് ഹരിതം ചെറുതാഴത്തിന്റെ ഭാഗമായി ശ്രീസ്ത ഹരിത സംഘം നടത്തിയ ശീതകാല പച്ചക്കറി കൃഷി വിളവെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് വലിയ തോതിലുള്ള അവഗണന മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിന് മുന്നിലുള്ള മാർഗം തോറ്റുകൊടുക്കുകയല്ല, മറിച്ച് നമ്മുടെ തനത് വരുമാനം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ചീര, നരമ്പൻ, വെണ്ട തുടങ്ങിയ പച്ചക്കറികളാണ് ഹരിതസംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ജയരാജൻ നായർ, ടി.വി. ഉണ്ണികൃഷ്ണൻ, എ. മാധവൻ, അഡ്വക്കേറ്റ് കെ. പ്രമോദ്, ഇ.വി. രാജേന്ദ്രൻ, കെ.വി. ജനാർദ്ദനൻ, ടി.വി. ദേവി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണപുരത്ത് ഓവുചാലിന്റെ സ്ലാബ് തകർന്നത് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. സ്ലാബ് മാറ്റിസ്ഥാപിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കണ്ണപുരത്ത് KSTP റോഡരികിലാണ് ഓവുചാലിന്റെ സ്ലാബ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടത്. അപകടാവസ്ഥയിലായ സ്ലാബ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കണ്ണപുരത്ത് തിരക്കേറിയ സ്ഥലത്താണ് സ്ലാബ് തകർന്നു കിടക്കുന്നത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഫീസ്, ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം കാൽനടയായി എത്തുന്നവർക്ക് ഇത് അപകട ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരുപാട് ഇവിടെ ആശുപത്രി ഉണ്ട്, ആശുപത്രി കോർണറിൽ പോകുന്ന രോഗികളുണ്ട്. രോഗികളെ കൊണ്ടുപോകാൻ സൈഡിലെ സ്ലാബായതുകൊണ്ട് പ്രശ്നമില്ല, എന്നാലും നടന്നു പോകുന്ന രോഗികളെ കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ ദുരിതമനുഭവിക്കുന്നുണ്ട്. ഇത് ഒരുപാട് ശ്രദ്ധയിൽപ്പെടുത്തി. സ്കൂളുണ്ട്, ചിൽഡ്രൻ സ്കൂൾ, ഗേൾസ് ഹൈസ്കൂളുണ്ട്, ബോയ്സ് ഹൈസ്കൂളുണ്ട്. കുട്ടികളാണെങ്കിൽ വളരെ ഇതായിട്ടാണ് പോകുന്നത്. വാഹന ട്രാഫിക്കിന്റെ ഇത് വേറെ, അങ്ങനെ പല വിഷമങ്ങളും ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലായിപ്പോയില്ലേ. അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ് യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം വലിയച്ചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. കെ. ദാമോദര പൊതുവാൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കാങ്കോൽ ആലപ്പടമ്പ യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം വലിയച്ചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. KSSPU പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ. ദാമോദര പൊതുവാൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PV രാഘവ പൊതുവാൾ അധ്യക്ഷനായി. ജനകീയ ഡോക്ടർ TV കുഞ്ഞിക്കണ്ണനെ ചടങ്ങിൽ KSSPU സംസ്ഥാന സെക്രട്ടറി K. കരുണാകരൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. PV രാഘവ പൊതുവാൾ, CK ബാലചന്ദ്രൻ, C. രവീന്ദ്രൻ, VV സുകുമാരൻ മാസ്റ്റർ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, K. നാരായണൻ മാസ്റ്റർ, P. സുശീല ടീച്ചർ, T. ദാമോദരൻ മാസ്റ്റർ, CK ദാമോദരൻ മാസ്റ്റർ, IC ജയശ്രീ ടീച്ചർ, K. സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പുളിങ്ങോം സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടി ദേവാലയത്തിൽ നിന്നാരംഭിച്ച പ്രദക്ഷിണം ടൗൺ ചുറ്റി ദേവാലയ പരിസരത്ത് സമാപിച്ചു. പുളിങ്ങോം സെന്റ് ജോസഫ് ദേവാലയത്തിൽ കഴിഞ്ഞ 19 വെള്ളിയാഴ്ച ഇടവക വികാരി ഫാദർ ഇമ്മാനുവേൽ പൂവത്തിങ്കിരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറിയ തിരുനാൾ മഹോത്സവം ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന സ്നേഹവിരുന്നോടുകൂടി സമാപിച്ചു. ഇതിന് മുന്നോടിയായാണ് വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണം നടന്നത്. നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രദക്ഷിണത്തിൽ പങ്കാളികളായത്. ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ, ഫാദർ കുര്യാക്കോസ് കുറുമുട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി ചെറുപുഴ പഞ്ചായത്ത് LP വിഭാഗം സർഗോത്സവം ചെറുപുഴ JMUP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി ചെറുപുഴ പഞ്ചായത്ത് തല LP വിഭാഗം സർഗോത്സവം ചെറുപുഴ JMUP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. യുവ കവയിത്രി സന്ധ്യ പലേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സുനിൽ കുന്നരു കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാരംഗം ഉപജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മഞ്ജു മധു, BRC കോർഡിനേറ്റർ ഷീലാമ്മ, സ്കൂൾ മാനേജർ KK വേണുഗോപാൽ, പ്രഥമാധ്യാപകൻ PN ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് TV രമേശ് ബാബു, മദർ PTA പ്രസിഡന്റ് ശ്രീന രഞ്ജിത്ത്, സീനിയർ അസിസ്റ്റന്റ് K. സത്യവതി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ VV അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്,
ചെറുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്നൂർ യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം അന്നൂർ യു പി സ്കൂളിൽ നടന്നു. സംസ്ഥാന കൗൺസിലർ VP മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU അന്നൂർ യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം അന്നൂർ UP സ്കൂളിൽ നടന്നു. യൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം VP മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെഡിസൽ പദ്ധതിയെക്കുറിച്ച് നമുക്ക് ചില പരാതികളൊക്കെ ഉണ്ടാകും. പക്ഷേ സംസ്ഥാനത്തെ പെൻഷൻകാർക്കും ജീവനക്കാർക്കും ഏറ്റവും വലിയ നിലയിലുള്ള ആനുകൂല്യങ്ങൾ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസൽ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും മെഡിസപ്പിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയ ആളുകളായിരിക്കും. പ്രസിഡന്റ് VM രാജീവൻ അധ്യക്ഷനായി. VP രഘുനാഥൻ നായർ, T പത്മാവതി, NV കുഞ്ഞിരാമൻ, AKP ശ്രീധരൻ മാസ്റ്റർ, KK രാജലക്ഷ്മി, TK രമേശൻ, M ഭരതൻ മാസ്റ്റർ, K കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം വ്യാപാരി ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം വ്യാപാരി ഭവൻ ഹാളിൽ നടന്നു. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാരികൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വൻകിട വ്യാപാരികൾക്ക് നമ്മൾ മെമ്പർമാർ കൂടിയല്ല, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വൻകിട വ്യാപാരികൾ ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ 1600 രൂപയാണ്. വ്യാപാരികൾക്ക് 1600 രൂപ പെൻഷൻ മതിയോ? 1600 രൂപ പെൻഷൻ മതിയോ? നമുക്ക് ജീവിക്കാൻ പറ്റുമോ? യൂണിറ്റ് പ്രസിഡന്റ് MT സുകുമാരൻ അധ്യക്ഷനായി. നീന്തൽ രംഗത്ത് ജില്ലാ സംസ്ഥാന തലത്തിൽ നിരവധി മെഡലുകളും അവാർഡുകളും വാങ്ങുകയും കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹിയിൽ നടന്ന അഖിലേന്ത്യാ സിവിൽ സർവീസ് നീന്തൽ മത്സരത്തിൽ 2 വെള്ളി മെഡലും 2 വെങ്കല മെഡലും കരസ്ഥമാക്കിയ വെള്ളൂരിലെ C ചന്ദ്രൻ മാസ്റ്ററെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അവാർഡ് ദാനവും ജില്ലാ ട്രഷറർ MP തിലകൻ നിർവഹിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, ചേംബർ ജനറൽ സെക്രട്ടറി V നന്ദകുമാർ, K ബാബുരാജൻ, TP മുഹമ്മദ് കുഞ്ഞി, EK നമ്പ്യാർ, M ശൈലജ, TV കരുണാകരൻ, K വിജയൻ, P അമ്പു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഫാദർ സുക്കോൾ മെമ്മോറിയൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും ശ്രീസ്ത സെന്റ് ആന്റണീസ് ചർച്ചിന്റെയും നേതൃത്വത്തിൽ ഫാദർ സുക്കോൾ അനുസ്മരണവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഫാദർ സുക്കോൾ മെമ്മോറിയൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും ശ്രീസ്ത സെന്റ് ആന്റണീസ് ചർച്ചിന്റെയും നേതൃത്വത്തിൽ ഫാദർ സുക്കോൾ അനുസ്മരണവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. ശ്രീസ്ത ചർച്ചിൽ നടന്ന ചടങ്ങിൽ കപ്പ്യാർ ജോസ് തങ്കപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തെന്ത്രോ അതിരൂപതയിൽപ്പെട്ട സർണോണിക്കോ എന്ന അതിമനോഹരമായ ഗ്രാമത്തിലാണ് സുക്കോളച്ചൻ ജനിച്ചത്. സുക്കോളച്ചന്റെ അപ്പന്റെ പേര് പറഞ്ഞു ഇപ്പോൾ വായിച്ചിരുന്നു. ഫാദർ പോൾ സാവിയോ അധ്യക്ഷനായി. ജോബിൻ പ്രേമൻ, ജോയൽ ജോളി, സിലി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുതൽ 2021 വരെയുള്ള പെൻഷൻ കുടിശ്ശികയും 6 ഗഡു ക്ഷാമാശ്വാസവും അടിയന്തരമായി വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നോർത്ത് തൃക്കരിപ്പൂർ 32ാം വാർഷിക സമ്മേളനം. നടക്കാവ് മിദ്ലജ് മിനി ഹാളിൽ നടന്ന സമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ പ്രഖ്യാപിച്ച തൃക്കരിപ്പൂർ സബ് ട്രഷറി പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക, മുതിർന്ന പൗരന്മാർക്ക് ട്രെയിനിൽ ലഭിച്ചിരുന്ന യാത്രാ ആനുകൂല്യം അനുവദിക്കുക, തങ്കേമുക്കിൽ ട്രാഫിക് സർക്കിൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും KSSPU നോർത്ത് തൃക്കരിപ്പൂർ 32ാം വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നടക്കാവ് മിദ്ലജ് മിനി ഹാളിൽ നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV ഗംഗാധരൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ടീച്ചർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് VK വിജയൻ, E രാഘവൻ മാസ്റ്റർ, K അബൂബക്കർ മാസ്റ്റർ, KV കല്യാണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിൽ വെങ്ങരയിലെ ബിജു പെരുവണ്ണാൻ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലാധാരിയാകും. പെരിങ്കളിയാട്ടം നടക്കുന്നത് 2024 ജനുവരി 27 മുതൽ 30 വരെ.
ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിനുള്ള കേന്ദ്ര സർക്കാർ ഫണ്ട് നിർത്തലാക്കിയ നടപടി പിൻവലിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം കെ രവി ഉദ്ഘാടനം ചെയ്തു. 15 വർഷങ്ങൾക്ക് ശേഷം ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്നു. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാണിയാട്ട് രാഘവൻ രചിച്ച ഗ്രാമത്തിന്റെ വഴികൾ പുസ്തക പ്രകാശനം മാണിയാട്ട് നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിച്ചു. പുറത്തിറങ്ങിയത് മാണിയാട്ട് ഗ്രാമത്തിന്റെ ഇന്നലകളെ അടയാളപ്പെടുത്തുന്ന പുസ്തകം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.